കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം, ചിരി വന്നു. നല്ല വിജയം ഉണ്ടാവും എന്ന് പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള, കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. അവിടെ മുസ്ലിം മൈനോറിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്, ഭൂരിപക്ഷ സമുദായം ഉണ്ട്. ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്, SC/ST ഉണ്ട്. നിങ്ങളെ അവിടുത്തെ വിജയത്തിൻ്റെ ഒരു അനലൈസിസ് നടത്തി നോക്കി. എല്ലാ മേഖലയിലും UDFന് മേൽക്കൈയുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും നല്ല മേൽക്കൈ ഉണ്ട്. അതാണല്ലോ ഇപ്പോൾ കൂടുതൽ പറയും, മുനിസിപ്പാലിറ്റി ഞങ്ങളുടെയാണെന്ന് നമുക്ക് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കൂ, ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ്. ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. UDFനെ ആ നിലയിൽ കണക്കാക്കി ജാതിയും മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റു ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു പാടാണ്. മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. നിലമ്പൂർ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് നിലമ്പൂർ. എല്ലാവരും ഉള്ള ഒരു മണ്ഡലം.